നല്ലൊരു പാർട്ട്ണറാണ്. സന്തോഷായില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് എവരിവൺ. അപ്പൊ തമ്പനയിൽ കാണുന്ന പോലെ ഇതെന്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ കഴിഞ്ഞിട്ടൊരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ബർത്ത്ഡേ ആയിട്ട് ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ലണ്ടനിലുള്ളവരല്ല. അപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിഫ്റ്റും ഔട്ടറിൽ താമസിക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊന്നും എത്താനൊന്നും പറ്റിയില്ല. അങ്ങനെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ കൂടി ഇവിടെ ഫ്ലാറ്റിലുള്ളവരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി എൻജോയ് ചെയ്ത് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആണ് അന്ന്. അപ്പം അതിൻ്റെ ഒരു കൊച്ചു വ്ളോഗാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനങ്ങനെ വ്ളോഗ് എടുക്കാനൊന്നും പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. അപ്പം എൻ്റെ റൂംമേറ്റ് എൻ്റെ ഫ്രണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. സോ വാച്ച് ആൻഡ് എൻജോയ്. ഹലോ ഗൈസ്, ഞാൻ ആര്യാണ് അഖിലിൻ്റെ വ്ളോഗിൽ. ഇന്ന് അഖിലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ സർപ്രൈസൊക്കെ ഉണ്ട്. പിന്നെ അവളുടെ ഫ്രണ്ട്സിനെല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതിപ്പം സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവാണ്. ടെസ്കോയിൽ പോകണം, കേക്ക് മേടിക്കണം. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി 10-16 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന ആദ്യത്തെ ഗസ്റ്റ് ഈ ഫ്രണ്ടാണ് ബാക്കി ഫുഡിൻ്റെ കാര്യമൊക്കെ ഏറ്റെടുത്തത് കേട്ടോ. മതി ഇഷ്ടം പോലെ ബാക്കി എനിക്ക് എന്തോരം ജീവൻ വേണം സവാളക്ക്? പോയി മേടിക്കണം. ടെസ്കോന്നാ മേടിച്ചേ. പിന്നെ നീ എവിടെ നിന്ന് മേടിക്കാറ്? ജൈൻസ്ബറി അങ്ങ് ദൂരെ പോണം. ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ എന്റെ വീട്ടിലെ ആദ്യത്തെ ഗസ്റ്റ് വന്ന് സവാള എരിയുന്നു. സവാളല്ല കണ്ടായി നീർന്നല്ലേ പറയാ. ബർത്ത്ഡേ ആയിട്ട് എന്നെ പറ്റി 2 നല്ല വാക്ക് പറയാൻ. എന്നാ എന്നെ കുറിച്ച് നല്ലൊരു മെമ്മറി പറ. നീ ഒന്നും മിണ്ടാതിരുന്ന ഇവള് പറയട്ടെ. നീ പറ, ഇതുവരെ നിന്നേല് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത മെമ്മറിയോ എന്തെങ്കിലും. രണ്ടാമത് പറഞ്ഞത് ഇഷ്ടം പോലെ മതി കേട്ടോ, അത്രയ്ക്ക് വേണ്ട. പറ എന്നാ എന്റെ പേര് 2 വാക്ക് പറയാൻ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറ. ഉള്ളത് പറഞ്ഞാ മതി. പറ. എന്റെ പേര് 2 വാക്ക് പറയാൻ എനിക്ക് ഒന്നുമില്ല. നല്ലൊരു പാർട്ട്ണറാണ്. നല്ലൊരു പാർട്ട്ണറോ? ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു വിടെ. പാവമാണ്. പൊട്ടിയാ? പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്. അതേത് ഹാൻഡ് ആയിരുന്നു? പിന്നെ പിന്നെ ഇഷ്ടമല്ലാത്തതാറാ? പോരട്ടെ. ഭയങ്കര റൂഡാണോ ഞാൻ? പിന്നെ കണ്ണിങ് ആണോ? ഇമോഷനാണോ ഇഷ്ടമില്ലാത്തത്? സാറ്റിസ്ഫൈഡ് ആണോ താങ്കൾ? വെൽക്കം ഹോം.
അതെന്താ കാണിക്കുന്നത്? അല്ല അതിങ്ങനെ ചിക്കൻ ഉണ്ടോ അകത്ത്? ചിക്കൻ ഉണ്ട്. ഇതുവരെ ഞാൻ ചോറേ കണ്ടുള്ളൂ. നല്ല മണം. നല്ല മണമാണോ? എന്തുണ്ട് വിശേഷം? പൊട്ടിക്കരുതേ ഒന്നും. എല്ലാം വീണ്ടും കഠിന പ്രയത്നം എല്ലാരും കാണണ്ടേ? 4 ആള് കാണട്ടെ. ഇവിടെ എന്നാ വരുന്നത് ശരിക്കും കൊടുക്കുന്നത്? പാർസലോട് 12 pound. പരിക്ക് കൊടുക്കും. പിന്നെ 35. ഓ വെന്റാ പൈസ കണ്ടോ? ഓ ചാടി പോകുന്നു. ഒട്ടിക്കുന്ന സാധനം അവിടെ. എന്താ അത്? അടുത്തോട്ടോ അടുത്തോട്ടോ അടുത്തോട്ടോ. Made just for you. ഇത് ഏക ലിറ്റിൽ സ്മിത്ത്. കള്ളല്ലേ? ഐ ആം മെൽറ്റിംഗ് എന്നൊക്കെ. ഇതിടാൻ കേട്ടോ ഉടുപ്പിന്റെ കൂടെ. എനിക്കിതിന്റെ ബോക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടായി. അല്ലേ ആൽഫ്രഡ് അഭിനയിക്കട്ടോ, ഭയങ്കര അവിടെ നോക്കി നോക്ക്. ഹായ് ഹായ്. ഇപ്പോൾ ഡെക്കറേഷൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അന്നല്ലേ നല്ലതാ. താങ്ക് യു മതി. ഞാൻ ഓവറാക്കും. ഇത് വിവരമുണ്ട്. വീട്ടിൽ നീ കുറച്ചുകൂടി വെളുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അഖില. ഹാപ്പി ബർത്ത്ഡേ ടു യു. കസ്റ്റമൈസ് കേൾക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഒരു ചെറിയ സർപ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവള് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോ. അപ്പം നമുക്ക് അവളുടെ റിയാക്ഷൻ ഒന്ന് നോക്കാം. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? മൈക്ക് ടെസ്റ്റിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. എൻ്റെ പൊന്നുമോൾക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഗോഡ് ബ്ലസ് യു. അമ്മയുടെ പൊന്നുമോൾക്ക് 1000 ജന്മദിനാശംസകൾ. ഗോഡ് ബ്ലസ് യു. ഹാപ്പി ബർത്ത്ഡേ മോളു. ഹാപ്പി ബർത്ത്ഡേ പൊന്നുണ്ണി. ഐ ലവ് യു സോ മച്ച്. Many happy returns of the day.
പാച്ചൂസ് എങ്ങനെ പൊളിക്കല്ലേ? എൻ്റെ പ്രിയ കൂട്ടുകാരി അഖിലയ്ക്ക് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗോഡ് ബ്ലെസ് യു. ബർത്ത്ഡേ പച്ചു. പച്ചുമ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പച്ചു. ഹാപ്പി ബർത്ത്ഡേ പച്ചു. ഹാപ്പി ബർത്ത്ഡേ പച്ചു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഓക്കെ സന്തോഷായില്ലേ? പോലെ